അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ടേസ്റ്റി ദുആ വേൾഡ് എന്ന എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ ഈ റിസ്കിൽ ബർക്കത്ത് ഉണ്ടാകട്ടെ എന്ന ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഇബാദത്ത് ആക്കാൻ പറ്റുന്ന ഒരു നിയ്യത്ത് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശവും. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. ഈ മന്തി തയ്യാറാക്കുന്ന മസാലയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങുന്ന മന്തി അല്ല, വീട്ടിൽ തന്നെ നാടൻ രീതിയിൽ ഹലാലായിട്ട് സുഖമായി കഴിക്കാവുന്ന ഒരു മന്തിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം കാണുകയും അത് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സേവ് ചെയ്ത് വെക്കുകയും ചെയ്തു. എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി തിന്നണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് കേട്ടോ ഞാനിത് നിങ്ങളോട് അവതരിപ്പിക്കുന്നതും. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാനിടുന്ന വീഡിയോകൾക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് മസാല അല്ല കേട്ടോ ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് അറിയാവുന്ന നല്ല ചേരുവകൾ കൊണ്ടുള്ള ഒരു ഹോം മെയ്ഡ് മസാലയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഞാൻ അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന അത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ആ മന്തി മസാലയുടെ റെസിപ്പി കണ്ടില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഇതിൽ ലിങ്ക് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ അതിൽ കയറി കാണുക. ആദ്യം നന്നായി കഴുകിയ കോഴിയിലേക്ക് ഈ മന്തി മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ആ മന്തി മസാലയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മന്തി മസാല മാറ്റി വെക്കണം കേട്ടോ. ബാക്കിയുള്ളത് നമ്മുടെ കോഴിയിൽ തേച്ച് പിടിപ്പിക്കണം. ഇത് ചെയ്യുമ്പോൾ ബിസ്മി എന്ന് പറയാൻ ആരും മറക്കരുത് കേട്ടോ. ബിസ്മി ചൊല്ലിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് ചൊല്ലേണ്ടതാണ് കേട്ടോ. മസാല തേച്ച ശേഷം കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ റെസ്റ്റിംഗ് ടൈമിലാണ് നമ്മുടെ മസാലയുടെ മുഴുവൻ ടേസ്റ്റും കോഴിക്കുള്ളിലേക്ക് കയറി പിടിക്കുന്നത്. ആ റെസ്റ്റിംഗ് ടൈം അതിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഒരു സ്റ്റീമറിൽ വെച്ച് നന്നായി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഒരു സ്റ്റീമറിനകത്ത് ഇതിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ, ആ സ്റ്റീമറിനകത്തൂടെ നമ്മുടെ ചിക്കൻ്റെ നെയ്യും അതിൻ്റെ മസാലയും അതിൻ്റെ ആ വെള്ളവും എല്ലാം ഊറി അടിയിലുള്ള പാത്രത്തിലേക്ക് വരും. അപ്പോൾ അതിലാണ് നമ്മൾ അരി വേവിക്കുന്നത്. സ്റ്റീമറിൽ കുക്ക് ചെയ്യുമ്പോൾ കോഴി പൊള്ളാതെ സോഫ്റ്റും ജ്യൂസിയുമായിരിക്കും. സ്റ്റീമറിൽ കുക്ക് ചെയ്യുമ്പോഴല്ലേ, അതായത് നമ്മൾ സാധാ വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ അതല്ല, ഞാനിപ്പോൾ ഒരു അൽഫാം രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തേച്ചും ഈ ഒരു പാനിലിട്ട് ചെറുതായിട്ട് ഓയിൽ തൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇച്ചിരി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് നമുക്ക് ആ ചിക്കൻ അങ്ങ് മൊരിയിച്ചെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടോ. എൻ്റെ മക്കളെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ. അത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയത്തുള്ളൂ കേട്ടോ. സ്റ്റീമറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ കോഴിയുടെ വെള്ളം ഒന്നും കളയാതെ അത് നമുക്ക് എടുക്കണം. ഇത് തന്നെയാണ് നമ്മുടെ മന്തിയുടെ ജീവൻ, ഈ വെള്ളം കേട്ടോ. സ്റ്റീം ചെയ്ത കോഴി ഇപ്പോൾ ഒരു ഫ്രൈ പാനിൽ അല്പം ഓയിൽ ചേർത്ത് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ.
ഒരല്പം ഓയിൽ ചേർത്തിട്ട് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ, കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതി. ഇനി നമുക്ക് മന്തി റൈസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ കുക്കറാട്ടോ എടുത്തേക്കുന്നത്. ആ കുക്കറിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സവാള, ക്യാപ്സിക്കം, ഒരു ഉണക്കനാരങ്ങ, പിന്നെ ജീരകമൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ മസാല കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പട്ട, കരയാമ്പു, ഏലയ്ക്ക ഇത്രയും കൂടി ചേർത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിയില്ലേ, പച്ചമല്ലിയും കൂടി ചേർക്കാം കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മന്തി മസാലയുടെ ഒരു 3 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിനകത്തോട്ട് ആഡ് ചെയ്യും. പിന്നെ ഈ വെള്ളം, പിന്നെ അരി ഇടുമ്പോൾ നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് നമ്മുടെ മന്തി തയ്യാറാക്കാം. മന്തി അപ്പോഴത്തേക്ക് കുക്കറിലാണല്ലോ, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. ഇങ്ങനെ കോഴിയുടെ തന്നെ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന മന്തിക്ക് ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അലങ്കരിക്കാം. അതിനു മുമ്പ് നമുക്കിത് ചെയ്യണം. മന്തി വെന്ത് കഴിയുമ്പോൾ മന്തി ഒരു നല്ല അടികട്ടിയുള്ള ഒരു പരന്ന ഒരു പാത്രത്തിലേക്ക്, അടികട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ, ഒന്ന് ചൂടാകേണ്ടതാണ്. അപ്പോൾ അടികട്ടിയുള്ള പാത്രത്തിലേക്ക് മന്തി ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഒരു ചെറിയ നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതായത് അൽഫാം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ അതിന് മുകളിലേക്ക് നിരത്തി വെച്ചിട്ട് അതിന് നടുക്കിലൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കി ചെറിയൊരു പാത്രത്തിനകത്ത് 3-4 കരി, ആ കരി കത്തിച്ചിട്ട് അതിനകത്ത് വെക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിക്കണം കേട്ടോ. ഒഴിക്കുമ്പോഴാണ് നല്ല കുമുകുമാന്നുള്ള പുക വരും. എന്നിട്ട് കട്ടിയുള്ള പാത്രം വെച്ച് അത് മൂടി വെച്ച് ദമ്മിടണം. ദമ്മിട്ട് കഴിയുമ്പോഴത്തേക്കും അടിയിൽ ചെറിയൊരു ചൂടും കൊടുത്ത് വരുമ്പം നമ്മുടെ മന്തിയുടെ മണം ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മന്തിയൊന്നുമല്ല കേട്ടോ. അപ്പം എത്രയോ ദൂരം വരെ ആ മന്തിയുടെ മണം അങ്ങനെ അടിക്കും, അത്രയ്ക്ക് ടേസ്റ്റാട്ടോ ഇങ്ങനെ മന്തി ഉണ്ടാക്കിയാൽ. ഈ മന്തിക്ക് അറേബ്യൻ മന്തിയുടെ മണം ഉണ്ടാവും. അതായത് ഈ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നറിയോ? യമനിലാണ് ഈ മന്തി ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അത് കണ്ട് ആളുകൾ ഓരോരുത്തർ ഉണ്ടാക്കിയപ്പോൾ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണമായി മാറിയേക്കും കേട്ടോ മന്തി, അല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ, എല്ലാവർക്കും മന്തി, കുഞ്ഞുങ്ങൾക്ക് വരെ കുഴിമന്തി മതി. എന്തോന്ന് ആലോചിച്ച് നോക്കിയേ, യമനിലുണ്ടാക്കിയ സാധനമാണ്. ആ മന്തി മസാല കേട്ടോ ഞാനിപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന ആ മന്തിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കിയതും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, ഇതുപോലുള്ള റെസിപ്പികളും ദുആകളും നാടൻ കുക്കിംഗ് വീഡിയോസും കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടണിലൊന്ന് അമർത്തിക്കോ. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മന്തി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ട്രിക്ക് മനസ്സിലായല്ലോ. ടേസ്റ്റുള്ള മന്തി ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, ഒത്തിരി സമയമൊന്നും വേണ്ട. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹലാൽ റിസ്കിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബിൽ ആലമീൻ.